AIADMKയിലെ പിളർപ്പിൽ വിമതരെ വെട്ടിലാക്കാൻ എടപ്പാടി പളനിസ്വാമി പക്ഷം വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് നിർദ്ദേശിച്ച് എംഎൽഎമാർക്ക് വിപ്പ് നൽകി. CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ 30 എംഎൽഎമാർ TVKയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. വിവരങ്ങളുമായി മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. മനീഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വാർത്തകൾ, വിവരങ്ങൾ? കൃഷ്ണ, 3-1 MLA-മാർ പുറത്തു പോയാൽ അവർക്ക് വിപ്പ് നൽകാൻ കഴിയില്ല എന്നൊരു സാങ്കേതികത്വമുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ 30 പേരാണ് തങ്ങൾക്കൊപ്പമുള്ളതെന്ന് CV ഷൺമുഖം പക്ഷം പറയുന്നു. അവരെ പൂർണ്ണമായും തന്നെ പാർട്ടിക്കുള്ളിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം നിർത്തുക എന്നുള്ളതാണ് എടപ്പാടി പളനിസ്വാമി പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അല്പസമയം മുമ്പാണ് 47 MLA-മാർക്കും വിപ്പ് നൽകിയത്. അത് നാളെ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്നും TVKയ്ക്ക് പ്രതികൂലമായി വോട്ട് ചെയ്യണമെന്നുമുള്ള ഒരാവശ്യമാണ് എന്തായാലും ഉന്നയിച്ചിരിക്കുന്നത്. എടപ്പാടി പളനിസ്വാമി പക്ഷത്തുള്ള വിപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട അഗ്രി SS കൃഷ്ണമൂർത്തിയാണ് ഇപ്പോൾ വിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത്. നാളെ ഇവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ TVKയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ വിപ്പ് നൽകും. അത്തരത്തിൽ പാർട്ടി നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അല്പസമയം മുമ്പ് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലും മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ശവകുടീരത്തിൽ സമാധിയിൽ വന്ന് പുഷ്പാർച്ചന നടത്തിയാണ് അവർ രണ്ടുപേരും മടങ്ങിയത്. മാത്രമല്ല വിജയ് ഇന്ന് CV ഷൺമുഖത്തെ വീട്ടിലെത്തി കാണും എന്നൊരു സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കാൻ സാധിക്കും. TVKയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ TVK പക്ഷത്തിന് പിന്തുണ നൽകാൻ CV ഷൺമുഖം വിഭാഗം തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഔദ്യോഗികമായി തന്നെ അത് പറയാനും സാധിക്കും. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.